ഞങ്ങളുടെ നല്ല പിതാവേ, നന്ദിയോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയാണ്. കർത്താവ്, ഈ മൺകൂടാര യാത്രയിൽ വീണ്ടും അങ്ങയുടെ പാദപീഠങ്ങളിൽ അങ്ങയുടെ തിരുവചനം കേൾക്കുവാനും അങ്ങയുടെ തിരുവചനം പഠിക്കുവാനും അതനുസരിച്ച് ജീവിതം ക്രമപ്പെടുത്തുവാനും അങ്ങ് തന്ന ഈ സാവകാശനായ നന്ദിയോടെ സ്തോത്രം. ഏതാനും ദിവസങ്ങൾ മാത്രമേ ഞങ്ങൾ ഈ ഭൂമിയിലുള്ളൂ എന്ന് മനസ്സിലാക്കി ഞങ്ങളുടെ ജീവിതം ക്രമപ്പെടുത്തുവാൻ ഉള്ള ബുദ്ധി ഞങ്ങൾക്ക് ഓരോരുത്തരും ഉപദേശിച്ച് തരണമേ. കർത്താവ്, കേൾക്കുന്ന വചനം ഒഴുകിപ്പോകാതെ എന്റെ ജീവിതത്തിൽ പ്രാവർത്തികമാകാൻ അങ്ങ് സഹായിക്കണം. എന്റെ ശബ്ദപരിധിയിൽ എവിടെ നിന്നെല്ലാം ആരെല്ലാം അങ്ങയുടെ വചനം കേൾക്കുന്നുവോ, പ്രിയ നല്ല പിതാവേ, അവരുടെ എല്ലാം അങ്ങ് ഇടപെട്ടാട്ടെ. അങ്ങനെ ചെയ്യുന്ന കൃപയ്ക്കായി സ്തോത്രം. നാവിന്റെ ഉത്തരേഹോൾ വരുന്ന വചനപ്രകാരം അതിനെ സമ്പൂർണ്ണമായി ഏൽപ്പിക്കുന്നു. കുഞ്ഞുങ്ങളുടെ ഹൃദയങ്ങളെ അങ്ങ് തുറന്നു കൊടുത്താട്ടെ. എല്ലാ മഹത്വം അങ്ങേക്ക് തരുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ, പ്രിയ പിതാവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനവുമായി വീണ്ടും ദൈവജനത്തെ അഭിമുഖീകരിക്കുവാൻ സ്വർഗ്ഗത്തിൽ ദൈവം തന്ന സാവകാശനായി നന്ദി പറയുകയാണ്. എത്രയോ ആനന്ദമാണ്, എത്രയോ സന്തോഷമാണ് കർത്താവോട് കൂടെയുള്ള സമയങ്ങൾ. നാം കഴിഞ്ഞ ആഴ്ച ചിന്തിച്ച വിഷയം, എന്തുകൊണ്ടാണ് നമ്മിൽ പലരുടെയും ജീവിതത്തിൽ റിസൾട്ട് ഇല്ലാതിരിക്കുന്നത്? പേരിന് ഒരുപക്ഷെ എന്നെ കേൾക്കുന്ന പലരും ഒരു വീണ്ടും ജനിക്കപ്പെട്ട വ്യക്തിയെന്ന്, അല്ല എങ്കിൽ ഒരു വേർപെട്ട കൂട്ടത്തിൽ ആരാധിക്കുന്ന ഒരു വ്യക്തിയെന്ന് പേരുള്ളവരായിരിക്കാം. പക്ഷേ ദൈവം ആഗ്രഹിച്ച ഫലം പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വരുന്നില്ല. എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്? നാം കഴിഞ്ഞ ആഴ്ച കേട്ടു, വചനം കേൾക്കാഞ്ഞിട്ടല്ല, കേൾക്കുന്ന വചനം നമ്മുടെ ജീവിതത്തിൽ വിശ്വാസമായി മാറാത്തത് കൊണ്ട് നമുക്കത് പ്രയോജനകരമായി വരുന്നില്ല. എന്തുകൊണ്ടാണ് വിശ്വാസമായി മാറാത്തത്? എന്താണ് അതിന്റെ തടസ്സങ്ങൾ? ഇവ കാര്യങ്ങളാണ് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മളിന്ന് ചിന്തിക്കുവാൻ പോകുന്നത്. അതിനു മുമ്പ് വിശ്വാസം എന്നാൽ എന്തെന്നുള്ള കാര്യം നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. കർത്താവിന്റെ വചനം പറയുന്നു, എന്റെ ജനം നശിക്കുവാനുള്ള കാരണം അവർക്ക് പരിജ്ഞാനമില്ല. പരിജ്ഞാനമില്ലാത്തത് കൊണ്ടാണ് അവർ നശിക്കുന്നത്. അവിടെ തന്നെ തുടർന്ന് പറയുകയാണ്, ജനത്തിന് പരിജ്ഞാനം ലഭിക്കാത്തതിന്റെ കാരണം പുരോഹിതന് പരിജ്ഞാനമില്ല. ദൈവം പറയുകയാണ്, അതുകൊണ്ട് നിന്നെ പുരോഹിതനായി ഇരിക്കുന്നതിൽ ഞാൻ നിന്നെ തള്ളിക്കളയാൻ പോവുകയാണ്. എന്റെ വാക്കുകളല്ല, ഹോശേയ 4:6 നമ്മൾ വായിക്കുമ്പോൾ നമുക്കവിടെ കാണുവാൻ കഴിയും, പരിജ്ഞാനമില്ലാത്തതിനാൽ എന്റെ ജനം നശിച്ചു പോകുന്നു. അവിടെ കൊണ്ട് നമ്മൾ പലരും അവസാനിക്കുകയാണ്. എന്തുകൊണ്ട് ജനത്തിന് പരിജ്ഞാനമില്ല? നിങ്ങൾ പലപ്പോഴും ചിന്തിക്കുന്നില്ല. ആ ഭാഗം ഒന്ന് വായിച്ച. പരിജ്ഞാനമില്ലായകയാൽ എന്റെ ജനം നശിച്ചു പോകുന്നു. പരിജ്ഞാനമില്ലായകയാൽ എന്റെ ജനം പരിജ്ഞാനമില്ലായകയാൽ എന്റെ ജനം നശിച്ചു പോകുന്നു. പരിജ്ഞാനം ത്യജിക്കൊണ്ട് നീ എനിക്ക് പുരോഹിതനായിരിക്കാതെ വണ്ണം ഞാൻ നിന്നെയും ത്യജിക്കും. പരിജ്ഞാനം ത്യജിക്കൊണ്ട് നീ എനിക്ക് പുരോഹിതനായി, നീ എന്റെ ദാസനായി ഇരിക്കാത്ത വണ്ണം ഞാൻ നിന്നെയും ത്യജിക്കും. അപ്പോ ഒരു ദൈവദാസനെ സംബന്ധിച്ച് നിശ്ചയമായും ആവശ്യമാണ് പരിജ്ഞാനം. പരിജ്ഞാനം ഇല്ലാത്ത ഒരു ദൈവദാസനാണ് എങ്കിൽ തന്റെ കീഴിലുള്ള സകല വ്യക്തികൾക്കും പരിജ്ഞാനം ഉണ്ടാകത്തില്ല. അപ്പോ ദൈവം പറയുകയാണ്, ഞാൻ നിന്നെ ത്യജിച്ചു കളയും. പക്ഷെ ദൈവം ത്യജിച്ചാൽ ആരും ത്യജിക്കത്തില്ല. ജനം ത്യജിക്കത്തില്ല, പുരോഹിതനും ത്യജിക്കത്തില്ല. കാരണം ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്നത് ദൈവത്തിന് ഏറ്റവും കൂടുതൽ താല്പര്യം ഫോൾസ് പ്രോഫിറ്റിനെയാണ്. നമ്മൾ പ്രവാചകന്മാരുടെ പുസ്തകങ്ങളൊക്കെ പഠിക്കുമ്പോൾ എപ്പോഴും ദൈവം എതിർ നിൽക്കുന്നത് മുഴുവൻ ഫോൾസ് പ്രോഫറ്റിനെതിരെയാണ്. അപ്പോൾ ദൈവത്തിന്റെ ദാസനായിരിക്കുന്ന ഒരു വ്യക്തി
ദൈവസന്നിധിയിൽ ഇന്ന് ദൈവിക പരിജ്ഞാനം പ്രാപിച്ചിരിക്കണം. ഇത് പുറത്തുനിന്നല്ല പ്രാപിക്കേണ്ടത്, ദൈവസന്നിധിയിൽ നിന്ന് പരിജ്ഞാനം പ്രാപിക്കണം. പുറത്തുനിന്ന് ധാരാളം ഇൻഫർമേഷൻസ്, വിവരങ്ങൾ നമുക്ക് ലഭിക്കും. എന്നാൽ ദൈവസന്നിധിയിൽ നിന്ന് ധാരാളം പരിജ്ഞാനം നാം പ്രാപിച്ച് നമ്മൾ ദൈവജനത്തിന് പകർന്നു കൊടുക്കുവാനായിട്ട് ഇടയാകണം. ആ പരിജ്ഞാനമില്ലാത്തതിനാൽ എന്റെ ജനം നശിക്കുന്നു. എന്താണ് ജനം നശിക്കുവാനുള്ള കാരണം? പരിജ്ഞാനമില്ല. എന്തിനെക്കുറിച്ചുള്ള അറിവാണ് ഇന്ന് ജനത്തിന് വേണ്ടത്? ഈ പുതിയ നിയമ കാലഘട്ടത്തിൽ എന്തിനെക്കുറിച്ചുള്ള അറിവാണ് വേണ്ടത്? ഒന്നാമത് ആ വ്യക്തി മനസ്സിലാക്കണം, ഞാൻ ആരാണ്. രണ്ടാമത് മനസ്സിലാക്കണം, അവന്റെ സാഹചര്യം എന്താണ്, എന്തെല്ലാം അവൻ നിക്ഷിപ്തമായിട്ടുണ്ട്. ഇത് വ്യക്തമായി മനസ്സിലാക്കി പ്രവർത്തിക്കാതെ ഒരു ലോക പൈതലിനെ പോലെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ റിസൾട്ട് ഉണ്ടാവുകയില്ല. നിങ്ങൾ മുൻപ് മനസ്സിലാക്കിയിരിക്കുന്നത് പോലെ ഇന്ന് ലോകത്തിൽ രണ്ട് തരം വ്യക്തികളാണുള്ളത്. രണ്ട് തരം വ്യക്തികൾ. ഒന്ന് ചോയ്ക്കോസ് ആന്ത്രോപോസ്, മറ്റൊന്ന് എബ്രാനിയോസ് ആന്ത്രോപോസ്. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ മനുഷ്യൻ, ഇവിടുത്തെ പ്രാകൃത മനുഷ്യൻ, അതോടൊപ്പം തന്നെ ഒരു സ്വർഗീയ മനുഷ്യൻ, ഹെവൻലി മനുഷ്യൻ. ഈ രണ്ടുപേരും ഇന്ന് ഈ ഭൂമിയിൽ തന്നെയുണ്ട്. ഈ രണ്ടുപേരും ഇന്ന് ഈ ഭൂമിയിൽ തന്നെയുണ്ട്. ഈ രണ്ടുപേരും ഉപയോഗിക്കേണ്ട രീതി രണ്ടും രണ്ടാ. ഏതാണ് നാച്ചുറൽ മനുഷ്യൻ? യേശുക്രിസ്തുവിനെ സ്വീകരിക്കാതെ ഈ ലോകപ്രകാരം നടക്കുന്ന ഒരു വ്യക്തി, അവൻ ഈ ലോക മനുഷ്യനാണ്, ഒരു നാച്ചുറൽ മനുഷ്യനാണ്. അവൻ ഈ ലോകത്തിന്റെ രീതി അനുസരിച്ച് മുന്നോട്ടേക്ക് പോകും. എന്നാൽ യേശുക്രിസ്തു രക്ഷിതാവായി സ്വീകരിച്ച, ദൈവരാജ്യത്തിൽ വീണ്ടും ജനിച്ച ഒരു വ്യക്തി, അവൻ നാച്ചുറൽ അല്ല. ദൈവത്തിന്റെ വചനം പറയുന്നു അവൻ സ്വർഗീയ മനുഷ്യനാണ്. ഈസ് എ ഹെവൻലി മാൻ. അവൻ സ്വർഗീയ മനുഷ്യനാണ്. ഇന്ന് സ്വർഗീയ മനുഷ്യന് ആ സ്വർഗീയ മനുഷ്യന്റെ രീതിയല്ല ഉപയോഗിക്കുന്നത്. സ്വർഗീയ മനുഷ്യൻ ഇന്ന് നാച്ചുറൽ മാന്റെ രീതിയാണ് ഉപയോഗിക്കുന്നത്. അവന്റേതല്ലാത്ത പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് പ്രവർത്തിക്കാൻ ശ്രമിക്കുകയാണ്. നിങ്ങൾക്കറിയാം, ഇന്ന് രണ്ടു തരം ഫ്യൂവലാണ് സമൂഹത്തിൽ ലഭ്യമായിട്ടുള്ളത്. ഒന്ന് പെട്രോൾ, മറ്റൊന്ന് ഡീസൽ. ഈ പെട്രോൾ കൊണ്ട് മുന്നോട്ടേക്ക് പോകുന്ന കാറിൽ ഡീസൽ ഒഴിച്ച് ഓടുന്നത് പോലെയാണ് ഇന്ന് പലപ്പോഴും ദൈവമക്കൾ ലോകത്ത് പ്രവർത്തിക്കാൻ ശ്രമിക്കുന്നത്. ഒരു ഡ്രൈവർ, നേരത്തെ അദ്ദേഹം പെട്രോൾ കൊണ്ട് ഓടുന്ന കാർ ഉപയോഗിച്ചിരുന്നു. എന്നാൽ ഒരു നാളിൽ അദ്ദേഹത്തിന്റെ മുതലാളി അദ്ദേഹത്തിന് ആ കാറ് മാറ്റിയിട്ട് ഒരു ഡീസൽ കൊണ്ട് ഓടുന്ന കാറ് കൊടുത്തു. പക്ഷെ ഇദ്ദേഹത്തിന്റെ മനസ്സിൽ മുഴുവൻ താൻ ഇന്നുവരെ ഏത് വണ്ടി ഉപയോഗിച്ചിട്ടുള്ളൂ? പെട്രോൾ വണ്ടി ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പൊ വീണ്ടും അദ്ദേഹം ശ്രമിക്കുന്നത് ഇതേ പെട്രോൾ തന്നെ അടിച്ച് ആ ഡീസൽ കാർ ഓടിക്കുവാനാണ്. പലപ്പോഴും ഈ അവസ്ഥയാണ് ദൈവമക്കളുടെ അവസ്ഥ. അവരായിരിക്കുന്ന സാഹചര്യം എന്താണെന്നോ, അവർ പ്രവർത്തിക്കേണ്ട മണ്ഡലം എന്താണെന്നോ, അതിന്റെ ആഴങ്ങൾ എന്തെന്നോ അവർ മനസ്സിലാക്കാതെ പ്രവർത്തിക്കുന്നത് കൊണ്ട് അവര് തങ്ങളുടെ മുമ്പിലുള്ള പ്രതികൂലങ്ങളും പ്രതിസന്ധി ഘട്ടങ്ങളും തരണം ചെയ്യുവാൻ ആ പഴയ ലോകത്തിന്റെ അവസ്ഥയിലേക്ക് ഓടിപ്പോകും. പഴയ ലോകത്തിന്റെ പ്രവർത്തനങ്ങളിലേക്ക് ഓടിപ്പോകും. ഇത് അവരുടെ ജീവിതത്തിൽ ജയമല്ല, ഇത് അവരുടെ ജീവിതത്തിൽ പരാജയമേ കൊണ്ടുവരികയുള്ളൂ. പക്ഷെ ഒരു ലോക വ്യക്തി അതുപ്രകാരം പ്രവർത്തിച്ചാൽ അവന് ജയമുണ്ട്, താൽക്കാലികമായ ജയമുണ്ട്. പക്ഷേ ഒരു ദൈവിക പൈതൽ അതുപ്രകാരം പ്രവർത്തിച്ചാൽ അവന് ജയമില്ല, അവന് പരാജയമേ ഉള്ളൂ. ഒന്ന്, ദൈവിക മക്കൾക്ക് പരാജയത്തിന്റെ കാരണം എന്ന് പറയുന്നത് അവർ കേട്ട വചനം അവർ വിശ്വസിച്ചിട്ടില്ല, വിശ്വസിക്കേണ്ട രീതിയിൽ വിശ്വസിച്ചിട്ടില്ല, ആഴത്തിലേക്ക് അവർ എടുത്തിട്ടില്ല. ആഴത്തിലേക്ക് അവർ എടുത്തിരുന്നെങ്കിൽ കർത്താവ് പറഞ്ഞ ഓരോ വാക്കുകൾക്ക് അവർ വില കൊടുക്കുമായിരുന്നു, അതനുസരിച്ച് മുന്നോട്ടേക്ക് പോകുമായിരുന്നു. തങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രാധാന്യം കർത്താവിന് കൊടുക്കുമായിരുന്നു. ജോലിക്ക് കൊടുക്കത്തില്ല, സ്വന്തം കുടുംബാംഗങ്ങൾക്ക് കൊടുക്കത്തില്ല, പണത്തിന് കൊടുക്കത്തില്ല, മറ്റൊന്നിനും അവർ കൊടുക്കത്തില്ല. അവർ വിശ്വസിച്ചെങ്കിൽ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് വിശ്വസിച്ചെങ്കിൽ അത് അവരുടെ പ്രവൃത്തിയിൽ കാണും. പ്രവൃത്തിയിൽ കാണാത്തതിന്റെ കാരണം ദൈവമക്കൾ എന്ന് പറയുന്നവരിൽ പലരും വിശ്വസിക്കാതെയാണ് ഈ ചടങ്ങുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്.
അപ്പോൾ പ്രിയ ദൈവത്തിന്റെ ജനമേ, യഥാർത്ഥത്തിൽ ആ ദൈവിക മണ്ഡലത്തിൽ നാം വിശ്വസിക്കുവാനിടയാകണം. പലപ്പോഴും നമുക്ക് ദൈവത്തിൽ നിന്നും പ്രാപിക്കാൻ കഴിയാത്തത്, ദൈവത്തിന്റെ വചനം പറയുന്നു, ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം തരുമെന്നും വിശ്വസിക്കേണ്ടതാണ്. അപ്പോൾ എന്താണ് വിശ്വാസം എന്ന് എബ്രായ ലേഖനം പറയുന്നുണ്ട്. കാണപ്പെടാത്തതിന്റെ ഉറപ്പാണ് വിശ്വാസം. കാണപ്പെടാത്തതിന്റെ ഉറപ്പ്. അപ്പൊ കാണപ്പെടാത്ത ഒരു മണ്ഡലം നാം വചനത്തിന്റെ കണ്ണുകളിലൂടെ നാം കാണുകയും അതിനെക്കുറിച്ചുള്ള ഉറപ്പ് നമ്മളുടെ ഹൃദയത്തിൽ അല്ലെങ്കിൽ മനസ്സിൽ നമ്മൾ ധരിക്കുകയും ചെയ്യണം. ഇതാണ് വിശ്വാസം. കാണപ്പെടുന്ന മണ്ഡലം, ഇപ്പോഴിവിടെ ഈ പ്രൊജക്ടർ ഉണ്ട്, ഈ ലാപ്ടോപ്പ് ഉണ്ട്, ഓർഗൻ ഉണ്ട്. ഇത് കാണപ്പെടുന്ന മണ്ഡലമാണ്. ഈ കാണപ്പെടുന്ന മണ്ഡലത്തിലെ കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ ധരിക്കുവാൻ നമുക്ക് യാതൊരു പ്രയാസവുമില്ല. അതിന്റെ പേര് വിശ്വാസം എന്നല്ല. കാണപ്പെടുന്നതിനായി ആരും വിശ്വസിക്കേണ്ട എന്ന് വചനം പറയുന്നു. അതിന്റെ പേര് വിശ്വാസമെന്നല്ല. എന്നാൽ ഇവിടെ കാണപ്പെടുന്ന മണ്ഡലം ഉള്ളപ്പോൾ തന്നെ അത് താൽക്കാലികമാണ്. ദൈവത്തിന്റെ വചനം പറയുന്നു, കാണുന്നത് താൽക്കാലികം, കാണാത്തത് നിത്യം. എന്നാൽ ഒരു കാണാത്ത മണ്ഡലം നമ്മളോട് കൂടെയുണ്ട്. ആ കാണാത്ത മണ്ഡലമാണ് ദൈവരാജ്യം. ആ ദൈവരാജ്യത്തിലെ കാണാത്ത മണ്ഡലത്തിലെ കാര്യങ്ങൾ ഈ ഭൗതിക മണ്ഡലത്തിലെ ഓർഗൻ, കമ്പ്യൂട്ടർ, പ്രൊജക്ടർ കണ്ട് നമ്മുടെ മനസ്സിൽ ധരിച്ചതുപോലെ കാണാത്ത മണ്ഡലത്തിലെ കാര്യങ്ങൾ നമ്മുടെ വചനമാകുന്ന ആ കണ്ണാടിയിലൂടെ കണ്ട് നമ്മുടെ മനസ്സിൽ, ഹൃദയത്തിൽ ധരിക്കുന്നതാണ് വിശ്വാസം. ആ വിശ്വാസം നമുക്ക് നിരന്തരം ആവശ്യമാണ്. ആ വിശ്വാസം നമ്മൾ നിരന്തരം ഏറ്റെടുത്തെങ്കിൽ മാത്രമേ നമുക്ക് ഈ ലോകത്തിൽ ജയകരമായ ഒരു ജീവിതം ക്രിസ്തു ആഗ്രഹിക്കുന്നു നടത്തുവാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ നാം പരാജിതരായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു ജീവിതം നമുക്ക് വേണമെങ്കിൽ നാം അതിന്റെ പുറകിൽ ഒരല്പം സമയം, ഒരല്പം എഫേർട്ട് എടുക്കുവാനിടയാകണം. അല്ലെങ്കിൽ അത് സാധിക്കുകയില്ല. ഒരു സാധാ മട്ടിലെ ജീവിതം നയിച്ചുകൊണ്ട് എനിക്ക് വിശ്വാസം വേണമെന്ന് പറഞ്ഞാൽ വിശ്വാസം ഉണ്ടാകില്ല. കാരണം വിശ്വാസത്തിൽ നമ്മൾ നിലനിൽക്കണമെങ്കിൽ നാം ഒന്ന് ബലം പിടിക്കേണ്ട ആവശ്യമാണ്. കാരണം നമ്മളെല്ലാവരും പ്രസംഗിക്കുന്നത് എങ്ങനെ വിശ്വാസം വരുന്നു എന്നാണ്. വിശ്വാസം വരുന്നതിനെ കുറിച്ച് പ്രസംഗിക്കുന്നുണ്ട്. വിശ്വാസം എങ്ങനെ വരുന്നുവെന്ന് ദൈവത്തിന്റെ വചനം റോമ 10:17 പറയുകയാണ്. വിശ്വാസം കേൾവിയാലും, കേൾവി ദൈവത്തിന്റെ വചനത്താലും വരുന്നു. അപ്പോൾ വിശ്വാസം വരുന്നതിനെ കുറിച്ച് നാം കേൾക്കുന്നുണ്ട്. പക്ഷേ ഈ വിശ്വാസം ഒരു ഭാഗത്ത് വരുമ്പോൾ മറുഭാഗത്തെ വിശ്വാസം പോകുന്നതിനെ കുറിച്ച് നാം കേൾക്കുന്നില്ല. വിശ്വാസം ഒരു ഭാഗത്ത് നിന്ന് വരുന്നു, വിശ്വസിക്കുന്നതിനെ ദൈവത്തിൽ നിന്ന് പ്രാപിക്കുവാൻ കഴിയും. പക്ഷേ വിശ്വാസം പോയി കഴിഞ്ഞാൽ ഇവന് ദൈവത്തിൽ നിന്ന് പ്രാപിക്കാൻ കഴിയുകയില്ല. അപ്പോൾ വിശ്വാസം ഒരു ഭാഗത്ത് വരുന്നു. വിശ്വാസം എവിടെ നിന്നാണ് വരുന്നത്? കേൾവിയാൽ വരുന്നു. കേൾവി ദൈവത്തിന്റെ വചനത്താൽ വരുന്നു. നിങ്ങളെവിടെ നിന്ന് ഇറങ്ങി നിങ്ങളുടെ കാറിൽ മടങ്ങിപ്പോകുമ്പോൾ അവിടെ നിങ്ങൾക്ക് വിശ്വാസം വരികയില്ല. കാരണം ആ സമയത്ത് നിങ്ങൾ മറ്റു പലതും ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ വിശ്വാസം ദൈവത്തിന്റെ ആത്മാവിൽ സംസാരിക്കുന്ന ദൈവത്തിന്റെ വചനം നാം കേൾക്കുമ്പോൾ വിശ്വാസം ആ വചനത്തിലൂടെ വരുന്നു. വിശ്വാസം ക്രിസ്തുവിന്റെ വചനത്തിലൂടെ വരുന്നു. പക്ഷേ വിശ്വാസം പോകുന്ന മണ്ഡലമുണ്ട്. അത് നാം മനസ്സിലാക്കണം. ആദ്യം തന്നെ വിശ്വാസം പോകുന്ന മണ്ഡലങ്ങളെ മനസ്സിലാക്കി ആ മണ്ഡലങ്ങളെ അടച്ചതിന് ശേഷം നമ്മളുടെ ജീവിതത്തിലേക്ക് നാം വിശ്വാസം നിറയ്ക്കുന്നുവെങ്കിൽ നാം ബുദ്ധിയുള്ളവരാണ്. അല്ല എങ്കിൽ നാം നമ്മളുടെ എഫേർട്ടുകൾ, നമ്മുടേതായ വേലകൾ ചുമ്മാ ചെയ്യുന്നവരായിട്ട് വരും. മണലുകൊണ്ട് വീടുണ്ടാക്കുമ്പോൾ കുഞ്ഞുങ്ങള് മണലുകൊണ്ട് വീടുണ്ടാക്കി കളിക്കും. എന്നാൽ കാറ്റത് മേലടിക്കുമ്പോൾ ആ കാറ്റ് ആ മണലിന്റെ അതിനെ പറത്തിക്കൊണ്ടുപോകും. ഇതേപോലെ ആയിരിക്കരുത് നമ്മുടെ വിശ്വാസം. അപ്പോൾ എങ്ങനെയാണ് നമ്മളത് ക്രമപ്പെടുത്തേണ്ടത്? എങ്ങനെയാണ് നമ്മൾ അതിനെ ക്രമപ്പെടുത്തേണ്ടത്? ഏത് രീതിയിലാണ് നാം അതിനെ കൊണ്ടുപോകേണ്ടത്? പ്രിയ ദൈവത്തിന്റെ ജനമേ, മനസ്സിലാക്കുക, വിശ്വാസം നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത് ഒരു വഴിയാണ് എങ്കിൽ വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ നിന്ന് പോകുന്നത് രണ്ട് വഴിയിലൂടെ.